തെലുങ്കു നടൻ അല്ലു അർജുനെ അറസ്റ്റ് ചെയ്ത് ഹൈദരാബാദ് പോലീസ്. പുഷ്പ 2 റിലീസിനിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ച സംഭവത്തിലാണ് അറസ്റ്റ്. ഹൈദരാബാദിലെ ജൂബിലി ഹിൽസിലെ വസതിയിലെത്തിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വിവരങ്ങളുമായി ഐസൻ ജോസഫും ചേരുന്നു. ഐസൻ, അല്ലു അർജുൻ ഇപ്പോൾ എവിടെയാണുള്ളത്? കൃഷ്ണരാജ്, അല്ലു അർജുനെ നിയമ നടപടികളുടെ ഭാഗമായി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു എന്ന വിവരമാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും പുതിയതായി നൽകാനുള്ളത്. ചിക്കൻപള്ളി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ഉടൻ വൈദ്യപരിശോധനയ്ക്കെല്ലാം ശേഷം കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പുഷ്പ 2-ന്റെ റിലീസുമായി ബന്ധപ്പെട്ട് നടന്ന ആദ്യത്തെ പ്രീ ഷോയിലാണ് ഈ പ്രശ്നമുണ്ടാകുന്നത്. ഡിസംബർ 4-ന് ഈ പ്രീമിയർ ഷോ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് ഒരു 39-കാരി മരിച്ച പശ്ചാത്തലത്തിലാണ് ഈ സംഭവവികാസങ്ങളെല്ലാം ഉണ്ടായത്. പോലീസിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം ഈ സംഭവം ഉണ്ടായത്, തിക്കും തിരക്കും ഉണ്ടായതിന്റെ അടിസ്ഥാന കാരണം ഈ നടന്റെ ബൗൺസർമാരുണ്ടാക്കിയ പ്രശ്നങ്ങളാണ് എന്നാണ്. നിരവധി ബൗൺസർമാർ ഇത്തരത്തിൽ ഈ നീക്കങ്ങൾ നടത്തിയതാണ് ആ പ്രദേശത്ത് വലിയൊരു തിക്കും തിരക്കും ഉണ്ടാകാനും ഈ മരണത്തിലേക്കും അതുപോലെ തന്നെ ചിലർക്ക് പരിക്കേൽക്കാനുള്ള ഒരു സാഹചര്യവും ഉണ്ടായത് എന്നാണ് പോലീസിന്റെ പ്രാഥമികമായ റിപ്പോർട്ടും തുടരന്വേഷണ റിപ്പോർട്ടുകളിലും എല്ലാം തന്നെ സൂചനകൾ ലഭ്യമായിരുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് അറസ്റ്റ് നടപടിയിലേക്ക് കടന്നത് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. വീട്ടിലെത്തി, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജൂബിലി ഹിൽസിലെ വീട്ടിലെത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. അറസ്റ്റ് നടപടികൾ തിയേറ്റർ മാനേജർക്കെതിരെയും അതുപോലെ തന്നെ മറ്റ് ബന്ധപ്പെട്ടവർക്കെതിരെയും ഉണ്ടായിട്ടുണ്ട്. അല്ലു അർജുന്റെ സാന്നിധ്യം ആ പ്രദേശത്ത് ശക്തമായ തിക്കും തിരക്കിലേക്ക് നയിക്കുകയും അല്ലു അർജുനോടൊപ്പം വന്ന ബൗൺസർമാർ ഈ വിഷയത്തിൽ ഈ പ്രശ്നത്തിൽ ഇടപെടുകയും തിക്കും തിരക്കും ഉണ്ടാകുന്നതിനും അത് വലിയ രീതിയിൽ മറ്റു സാധാരണക്കാരെ ബാധിക്കുന്ന രീതിയിൽ ഒരു ബൗൺസിംഗ് ആക്ടിവിറ്റി നടത്തുകയും ചെയ്തു എന്നതാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഗൗരവമുള്ളൊരു കേസ് തന്നെയായിട്ടാണ് പോലീസ് ഈ വിഷയം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൃഷ്ണരാജ്. ശരി, തെലുങ്കു നടൻ അല്ലു അർജുൻ അറസ്റ്റിൽ. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൻ ജോസ്.